കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? മരണപ്പെടുന്ന രോഗികളുടെ ബന്ധുക്കളെല്ലാം വന്ന് ഡോക്ടേഴ്സിനെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും നിന്നാൽ ഏതുവരെ പോകും? അങ്ങനെയാണെങ്കിൽ ഇവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാർ ബാക്കിയുണ്ടാകുമോ? മാത്രമല്ല, എന്ത് ധൈര്യത്തിന് പുറത്ത് ഈ ഡോക്ടർമാർ രോഗികളെ ചികിത്സിക്കും? ഡോക്ടർക്കുള്ള വെട്ട് മന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും സൂപ്രണ്ടിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ വ്യക്തി ഹീറോയോ? അല്ലേ അല്ല. പക്ഷെ അയാളെ ഹീറോ ആക്കിയതിൽ ചില മാപ്രകൾക്കും പങ്കില്ലേ? 96% മൊർട്ടാലിറ്റി റേറ്റുള്ള ഒരു രോഗമല്ലേ മസ്തിഷ്ക ജ്വരം? അതിനെ നമ്മുടെ കേരളത്തിൽ 24.25% കുറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും ആരോഗ്യ സംവിധാനത്തിനും അതിനെ ചുക്കാൻ പിടിക്കുന്ന ആരോഗ്യമന്ത്രി സഖാവ് വീണ ജോർജിനും ഉള്ളത് തന്നെയാണ്. അതാരും കാണാതെ പോകണ്ട. മകളുടെ മരണത്തിൽ വിറങ്ങലിച്ചിരിക്കുന്ന ഒരച്ഛൻ്റെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ന്യായീകരിക്കുന്നതല്ല. പക്ഷേ അതിനേക്കാൾ ഗുരുതരമല്ലേ വെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നോ എന്ന് ചോദിച്ച മാപ്രയുടെ മാനസികാവസ്ഥ? കേരളത്തിലെ ചില മാപ്രകൾ പേപ്പട്ടികളേക്കാൾ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അത് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്.